നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാക്കുകളാണ്. ഏതൊക്കെ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ. ഹദീസുകളിൽ കാണാം ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല വാക്ക് ഈ 4 വാക്കുകളാണ്. അല്ലാതെ ഖുർആൻ്റെ ഭാഗം തന്നെയാണ്. ഇത് 4ഉം ഖുർആനിലുള്ള വാക്കുകൾ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ല അൻ അഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മ ത്വലഅത് അലൈഹി ശംസ്. സൂര്യൻ ഏതിൻ്റെ ഒക്കെ മുകളിൽ ഉദിച്ചിട്ടുണ്ടോ അതിനേക്കാളെല്ലാം എനിക്കിഷ്ടം 4 വാക്കുകളാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ. ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നല്ല വാക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഒരു ഗ്രാമീണനായ അറബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം അദ്ദേഹം തൻ്റെ 5 വിരലുകളിൽ ഇങ്ങനെ എണ്ണി. എന്നിട്ട് പറഞ്ഞു, നബി ഇതൊക്കെ എൻ്റെ റബ്ബിനുള്ളതാണ്, എനിക്കെന്താ ഉള്ളത്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പറയുക അല്ലാഹുമ്മഗ്ഫിർലി, അല്ലാഹുമ്മ അർഹംനി, അല്ലാഹുമ്മ ആഫിനി, അല്ലാഹുമ്മ അർസുഖ്നി, അല്ലാഹുമ്മ ഹ്ദിനി. അള്ളാഹു എനിക്ക് പുറത്തു തരണേ, റഹ്മത്ത് വരികണേ, റിസ്ക് നൽകണേ, ഉപജീവനം നൽകണേ. അല്ലാഹുമ്മ ആഫിനി, എനിക്ക് ആഫിയത്ത്, ആരോഗ്യവും സൗഖ്യവും നൽകണേ. അല്ലാഹുമ്മ ഹ്ദിനി, ഹിദായത്ത് നൽകണേ. അപ്പോൾ അദ്ദേഹം ബാക്കി വിരലും കൂടി എണ്ണിയിട്ട് തിരിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 കയ്യിൽ ഖൈർ നിറച്ചിട്ടാണ് ആൾ പോയത്. കൈ നിറയെ ഖൈറുമായിട്ടാണ് തിരിച്ചു പോയത്. ഈ വാക്കുകൾ അള്ളാഹുവിനെ പുകഴ്ത്തുന്ന വാക്കാണ്. അതുപോലെ നമ്മുടെ കഴിവുകേട് എടുത്തു പറയുന്ന വാക്ക്, അള്ളാഹുവിനോട് സഹായം തേടുന്ന വാക്കാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല. ഇത് പറഞ്ഞ ശേഷം നീ ദുആ ചെയ്താൽ ഇത്ര ലഭിക്കാൻ ഏറെ സാധ്യതയുണ്ട്. എന്നിട്ട് എന്ത് പറയാം? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി വഹ്ദിനി. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയാൽ യാതൊരു കുഴപ്പമില്ല. തർത്തീബ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയാൽ ഒരു കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് 4 ദിക്റുകളെ കുറിച്ച് പറഞ്ഞിട്ട്, ഇതിൽ നീ ഏത് കൊണ്ട് തുടങ്ങിയാലും കുഴപ്പമില്ല.